തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ ഇരട്ടി മധുരമാണ് ഒരമ്മ സമ്മാനിച്ചിട്ട് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 3 കുട്ടികളാണ് ഇവിടെ പുതുതായി എത്തിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. അതിൽ ആൺകുട്ടികൾ ഇരട്ട കുട്ടികളാണ്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് തൈക്കാട് ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ 2 ഇരട്ടക്കുട്ടികൾ എത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 1.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞായിരുന്നു ആദ്യം അമ്മത്തൊട്ടിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് ഞായറാഴ്ച വെളുപ്പിന് 10 ദിവസം മാത്രം പ്രായം തോന്നിക്കുന്ന ഇരട്ടക്കുട്ടികളെ കിട്ടുന്നത്. ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മത്തൊട്ടിലിൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ അതിഥികളായി എത്തുന്നത്. ഇതിനു മുൻപ് 2018 ഇരട്ടക്കുട്ടികളെ ലഭിച്ചത്. പുതിയതായി എത്തിയ അതിഥികൾക്ക് രക്ഷിത, ആർദ്രൻ, ഹൃദ്യൻ എന്നിങ്ങനെ പേരിട്ടു. വലിയ സന്തോഷമാണ്. ശിശുക്ഷേമ സമിതിയിൽ 3 കുട്ടികൾ 2 ദിവസത്തെ ഇടവേളയിൽ, വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച അർദ്ധരാത്രി, ഞായർ പുലരുന്നതിന് മുമ്പാണ് 3 കുട്ടികളെ സമിതിക്ക് ലഭിക്കുന്നത്. അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കേണ്ട ഇടമല്ല എന്ന് പൊതുസമൂഹത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ്. കുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാർഗം തന്നെയാണ് അമ്മത്തൊട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ 2 ദിവസം 3 കുട്ടികൾ ലഭ്യമാകുന്നത്. വെള്ളിയാഴ്ച രാത്രി ലഭിച്ചത് പെൺകുഞ്ഞാണ്. ഏകദേശം 45 ദിവസം പ്രായമുണ്ട്. പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞായറാഴ്ച വെളുപ്പിന് ലഭിച്ചത് ഇരട്ടക്കുട്ടികളാണ്, ആൺകുട്ടികളാണ്. കുരുന്നുകൾ സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണയിലാണിപ്പോൾ. കുട്ടിയെ കിട്ടിയ ഘട്ടത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുട്ടിയെ പ്രത്യേകമായി പരിചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അമ്മത്തൊട്ടിൽ കിട്ടുന്ന കുട്ടികളെ പ്രത്യേകമായി പരിചരിക്കുകയാണ്. അങ്ങനെ പരിചരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് പ്രത്യേക കെയറിങ് കൊടുത്ത് പ്രത്യേക അമ്മമാരെ നിശ്ചയിച്ചുകൊണ്ടാണ് ആ കുട്ടികളുടെ ചുമതല നിർവഹിക്കുന്നത്. കാര്യം 10 ദിവസമാണ് പ്രായം, മറ്റൊന്ന് വെയിറ്റ് തീരെ കുറവാണ്. ഒരു കുഞ്ഞു ജീവൻ പോലും അനാഥമാകരുതെന്ന ചിന്തയിലാണ് കേരളത്തിൽ അമ്മത്തൊട്ടിൽ തുറന്നത്. 2002 ഈ അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്ന സമയത്ത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 22 വർഷങ്ങൾ കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം 603 കുട്ടികളാണ്, അതിന് തന്നെ 604 കുട്ടികളാണ് സമിതിയുടെ പരിചരണയിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത്രയും കുട്ടികളെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സമിതിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം. മറ്റൊന്ന്, ഈ കുട്ടികൾ ഇന്നിപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ വളരുന്നവരായി ഈ കുഞ്ഞുങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കണം. കാര്യം അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ പിന്നീടുള്ള ജീവിതം എങ്ങനെയെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതും പൊതുസമൂഹം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശുക്ഷേമ സമിതിയുടെ എല്ലാ സ്ഥാപനങ്ങളും ഒരു സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് വീടിന്റെ അന്തരീക്ഷമാണ് കുരുന്നുകൾക്കൊരുക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശിശുപരിചരണ കേന്ദ്ര അഡോപ്ഷൻ സെൻറ്റർ ശിശുക്ഷേമ സമിതിയുടെ തന്നെയാണ് എന്ന അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ശിശു കേന്ദ്രീകൃതമാകണം. പിന്നെ മറ്റൊന്ന്, അതിലേറെ പ്രധാനപ്പെട്ടത് ഒരു വീടിൻ്റെ അന്തരീക്ഷം കുട്ടിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് അറിയാം, സ്ഥാപനമാകുമ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 കുട്ടികൾ, 10 കുട്ടികൾ, 15 കുട്ടികൾ അടക്കം ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളവിടെ കാണുമ്പോൾ അത് മനസ്സിലാവും, ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഓരോ കുട്ടിക്കും പ്രത്യേകമായ ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കുഞ്ഞൊന്ന് കരയുമ്പോൾ ആ കുഞ്ഞിനൊന്ന് മാറോടെടുത്ത് ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സാധ്യമാക്കലാണ് ശിശുക്ഷേമ സമിതി യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെറ്റമ്മയെ നഷ്ടപ്പെടുമ്പോഴും പോറ്റമ്മമാരുടെ കൈകളിൽ ഇവർ സുരക്ഷിതരാണ്. മറ്റു കുഞ്ഞുങ്ങൾക്കൊപ്പം പുതിയ അതിഥികളും ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിലിന്റെ ഭാഗമായി കഴിഞ്ഞു. അവർ ഞങ്ങളെല്ലാം അമ്മമാരെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത്, അമ്മമാരെന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. ആശുപത്രിയിൽ ഒരു കുട്ടിയായാൽ ഒരു കുട്ടിക്ക് 2 ആളുകളാണ്, 2 അമ്മമാരുടെ സേവന ആശുപത്രി വേണ്ടി. അപ്പോൾ വളരെ കരുതലോടുകൂടി അക്കാര്യങ്ങൾ ഞങ്ങൾ നോക്കി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സാഹചര്യവും അതുപോലെ തന്നെയാണ്. അപ്പോൾ നേരത്തെ കാലം മാറുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ ഒരു വീടിൻ്റെ അന്തരീക്ഷം, പരമാവധി ഒരു വീടിൻ്റെ അന്തരീക്ഷം ലഭ്യമാക്കാൻ തന്നെയാണ്. അത് അഡോപ്ഷൻ സെൻ്ററിലെ മാത്രമല്ല,
CNCP കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ അടക്കമുള്ള കുട്ടികൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മത്തൊട്ടിലെത്തിയ പുതിയ അതിഥികൾക്ക് ഇവർ തണലൊരുക്കുന്നു. അവർ വളരും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.